നമ്മുടെ സിനിമ കണ്ട ആദ്യ പ്രതികരണം വരുമ്പോൾ നിവിൻ ക്രിസ്മസ് തൂക്കി കേരളം പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്? കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണല്ലോ ഇങ്ങനത്തെ ഒരു നിമിഷം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. അത് വെക്കേഷനാണ്, ക്രിസ്മസ് ടൈമാണ്, കുടുംബ പ്രേക്ഷകരൊക്കെ തിയേറ്ററിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു പടം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. സിനിമ ഒരു യുനാനിമസ് ഒപ്പീനിയൻ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടും. ഇതിനങ്ങനെ ഒരു യുനാനിമസ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ സന്തോഷമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളെ അജു വർഗീസ് അതേപോലെ തന്നെ നിവിൻ ചേട്ടൻ, ഇവർ രണ്ടുപേരുടെ ഒരു കോംബോ ഭയങ്കരതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ സിനിമേൻ്റെ ഫസ്റ്റ് പാട്ട് കേട്ടപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വളരെയധികം സന്തോഷം, ഒരു പുഞ്ചിരി വരുന്നുണ്ട്. കാരണം നമ്മുടെ പഴയ നിവിനെയാണ് കാണുന്നത്. ശരിക്കും അതൊരു ടാസ്ക് ആയിരുന്നു ഇവർ രണ്ടുപേരും വെച്ചിട്ടുള്ള പണ്ടത്തെ ഒരു കോംബോ. ഇല്ല, നമ്മൾ എഫർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ടാസ്ക് അല്ലല്ലോ. ഒരു ഫ്രണ്ട്സ് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കഥ കുറെ ഫ്രണ്ട്സ് കൂടി ഉണ്ടാക്കുന്നു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നാച്ചുറലി വന്ന് ചേരുന്നതാണ്. ഓക്കെ, ഇനി സിനിമയിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ സിനിമയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ടീമിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? ഈ ആക്ച്വലി അഖിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്യുന്ന പോലെ ഒരു ഫീൽ. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇതിലെ ബിഗ്ഗസ്റ്റ് ഹീറോ ആക്ച്വലി അഖിൽ ചേട്ടനാണ്. ബിക്കോസ് അഖിൽ ചേട്ടനും നിവിൻ ചേട്ടനും തന്ന സ്പേസ്, അവർ തന്ന കംഫർട്ട് സ്പേസ് കാരണം മാത്രമാണ് എനിക്ക് അത്രയും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ കുറേ പേര് പറഞ്ഞിട്ട് റിയ സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ, ഭയങ്കര നാച്ചുറൽ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇവർ കാരണമാണ്, ഇവർ ആ സ്പേസ് തന്നുകൊണ്ട് മാത്രം എനിക്ക് അത്രയും എനിക്ക് ഷൂട്ട് ചെയ്യുന്ന ഓർമ്മയില്ല, എനിക്ക് ചിരിക്കുന്ന മാത്രമേ ഓർമ്മയുള്ളൂ. നമ്മൾ ചിരിക്കാത്ത ഒരു ദിവസമില്ല. സോ ഞാൻ എന്തെങ്കിലും തെറ്റിച്ചാലും ഞാൻ പെട്ടെന്ന് ടെൻഷൻ അടിക്കും, അയ്യോ തെറ്റിച്ചു. പക്ഷെ അത് കുഴപ്പമില്ല, അത് എന്നെ കളിയാക്കി നമ്മൾ കുറെ നേരം ചിരിച്ച് അത് മറന്നു. അപ്പൊ അങ്ങനെ തന്നെ നാച്ചുറലായിട്ട് പിന്നെ നിവിൻ ചേട്ടനോട് നല്ലൊരു സ്പേസ് എനിക്ക് കിട്ടി. നിവിൻ ചേട്ടൻ അത്രയും കംഫർട്ട് ആക്കും ഒരാള്. സോ അങ്ങനെ കംഫർട്ട് ആക്കുന്നതുകൊണ്ടാണ് ആ കെമിസ്ട്രി വർക്ക് ആവുന്നത്. ഇപ്പൊ നിവിൻ ചേട്ടൻ്റെ ഏത് പടം എടുത്താലും കെമിസ്ട്രി എപ്പോഴും നല്ലതായിട്ട് വർക്ക് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ദാറ്റ്സ് പ്യുവർലി ബിക്കോസ് നിവിൻ ചേട്ടൻ അത്ര ആ സ്പേസ് തരുന്നതുകൊണ്ടാണ്.